ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസാണ്. ആവർത്തന ചോദ്യങ്ങൾ. 2024 നടന്ന കേരള PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് LD ആയാലും പോലീസ് കോൺസ്റ്റബിൾ തസ്തികയായാലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാലിദ്വീപ്. മാലിദ്വീപിലേക്കാണ് സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ചത്. മാലിദ്വീപ്. ഓക്കെ, മാലിദ്വീപ്. അടുത്ത ചോദ്യം. താഴ്ത്തുന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. പ്രസ്താവനകൾ: ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. അടുത്ത ചോദ്യം. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. പാരീസ്, ബ്രസൽസ്, ബെർലിൻ, ജനീവ. നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ബ്രസൽസ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ആത്മവിദ്യാസംഘം ബാഗ്പടാനന്ദൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. മൗണ്ട് ബാറ്റൻ പദ്ധതി. പ്രസ്താവന 1. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇതിൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേത് മാത്രമാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാതെ വരുന്ന പ്രസ്താവന. ഓക്കെ, അടുത്ത ചോദ്യം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. 3 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് 3 പ്രസ്താവനയുണ്ട്. ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലൂയി 11 കിടക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ, മേരി ആൻറ്റോയിനറ്റ്. ഇതിൽ ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി. ശരിയായത് ഏതൊക്കെ മാത്രമേ ഉള്ളൂ? എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. പ്രളയം 15. റൊട്ടിയുടെ കാര്യം പറയുന്ന ആരാണ്? മേരി ആൻറ്റോയിനറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായത്. നെക്സ്റ്റ്, പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്?
ആൻസർ ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച്. ഉത്തരായനരേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസിൽ രാജസ്ഥാൻ, ഒഡീഷ, ഗുജറാത്ത്, ത്രിപുര. ആൻസർ ഒഡീഷയാണ്. ഒഡീഷയിൽ കൂടിയാണ് ഉത്തരായനരേഖ കടന്നു പോകാത്തത്. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്? എൽ നിനോ പ്രതിഭാസം. ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ സി തെക്കേ അമേരിക്കയിലാണ് എൽ നിനോ പ്രതിഭാസം ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത്. അടുത്തത്, വേനൽക്കാലത്ത് വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? വേനൽക്കാലത്ത് വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ലൂ. വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരാണ് ലൂ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ല. 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി എന്താണ്? 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് BOP പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതായിരുന്നു? അത്? ഓപ്ഷൻ സി ആൻസർ വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി എന്തായിരുന്നു? വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് BOP എന്ന പരിപാടി. BOP. നെക്സ്റ്റ് വൺ, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏതെല്ലാം? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളുണ്ട്, കുറഞ്ഞ വേതന നിരക്ക്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ, അതിൽ ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെ വസ്തുതകളാണ്? ആൻസർ ഓപ്ഷൻ സി വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളും അതേപോലെ കുറഞ്ഞ വേതന നിരക്കും. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കുമാണ് ഇന്ത്യക്ക് മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ. അടുത്തത്, ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. അല്ലേ? കാർഷിക രംഗം എന്ന് പറയുമ്പോൾ സാമ്പത്തിക വികസനത്തിന് അടിത്തറയുണ്ടായിരുന്നു, വ്യവസായവൽക്കരണ അടിത്തറയുണ്ടായിരുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പൗരന്മാർക്ക് സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം നൽകുക. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയുടെ ലക്ഷ്യം. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? മുദ്ര എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. എത്തിക്കുന്നതാണ് മുദ്രാ പദ്ധതി. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം കൊടുക്കുന്ന ആർക്കൊക്കെയാണ്? ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? അത് ഓൾ ഓഫ് ദി എബോവ്, എല്ലാവർക്കും, സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർക്ക്. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി കൊടുക്കുന്നത് സ്ത്രീകൾ കുട്ടികൾക്കുണ്ട്,
വ്യവസായശാലയിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട്, ഭിന്നശേഷിക്കാർക്കും കൊടുക്കുന്നുണ്ട്. സോ ഓൾ ഓഫ് ദി അബവ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവിടെ ഏതാണ്? അപ്പോൾ അതിലെ പ്രസ്താവനയിൽ സഭയിൽ 9 കമ്മിറ്റി ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ചെയർമാനായിരുന്നു. കമ്മിറ്റി അല്ലെങ്കിൽ അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയാണ് അല്ലേ? 2ഉം 3ഉം ഏകദേശം 22ഓളം കമ്മിറ്റികൾ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 22 കമ്മിറ്റികൾ. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ആണ്, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരി ഏതാണ്? നിർദ്ദേശ തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതി വ്യവസ്ഥ. ഇതിലേതാണ് ഇന്ത്യക്കാർ അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയം? ആൻസർ നമുക്കിവിടെ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ്. മൗലിക അവകാശങ്ങൾ അതുപോലെ നിഷ്പക്ഷമായ നീതി വ്യവസ്ഥയും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതി വ്യവസ്ഥയും നമ്മൾ അമേരിക്കയിൽ നിന്നുമാണ് കടം വാങ്ങിച്ചിട്ടുള്ളത്. മൗലിക അവകാശങ്ങളെയും നിഷ്പക്ഷമായ നീതി വ്യവസ്ഥയുമാണ് നമ്മൾ അമേരിക്കയിൽ നിന്നും കടം വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ അല്ലേ? ഇതെല്ലാം കടമെടുപ്പിൻ്റെ ചോദ്യങ്ങളായി ഇപ്പോൾ. ബ്രിട്ടീഷുകാരിൽ നിന്ന് കടം വാങ്ങിച്ചത് എന്തൊക്കെയായിരുന്നു ഇന്ത്യക്കാർ? ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തേത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം അതുപോലെ നിയമനിർമ്മാണ പ്രക്രിയ. കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയുമാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ കടമെടുത്തത്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയയും. കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയുമാണ് നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് കടമെടുത്തത്. ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? 19-ാം വകുപ്പ് പ്രകാരം ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം, പിന്നെ സംഘടനാ രൂപീകരണത്തിലുള്ള സ്വാതന്ത്ര്യം അല്ലേ? ഇത് നമുക്ക് 21A കിട്ടുന്നുണ്ട്. അപ്പോൾ അതല്ല. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. 19-ാം വകുപ്പ് എന്ന് പറയുമ്പം സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരിപാടിയാണ് മൊത്തത്തിൽ. 19(1)A കുറേ ഡിവിഷൻസും ഉണ്ട്. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലെ സംഘടനാ രൂപീകരണത്തിലുള്ള സ്വാതന്ത്ര്യം, അതായത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി നമുക്ക് എന്ത് ചെയ്യുക, സംഘടനകൾ അല്ലെങ്കിൽ ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിലുള്ള സ്വാതന്ത്ര്യം എന്താണ്? 19 പ്രകാരം വരുന്ന സ്വാതന്ത്ര്യം. അടുത്ത ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. അതായത് ഈ സമ്പ്രദായത്തിൽ, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കും. ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളുണ്ടെന്നാൽ കുറച്ച് വോട്ടുകളെ ലഭിക്കാം. പിന്നെന്താണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായ ഉദാഹരണമാണ് ബ്രിട്ടനും ഇന്ത്യയും. നമ്മൾ ഇന്ത്യ സ്വീകരിച്ചേക്കുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചേക്കുന്നത് ഇവിടുന്നായിരുന്നു, ബ്രിട്ടനിൽ നിന്നായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഈ സമ്പ്രദായ പ്രകാരം ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകാം എന്നാൽ കുറച്ച് വോട്ടുകളായിരിക്കും ലഭിക്കുക. കേവല ഭൂരിപക്ഷ സമ്പ്രദായ ഉദാഹരണമാണ് ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഓക്കെ, അപ്പോൾ 1ഉം 3ഉമാണ് ആൻസർ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഓർത്തു വെക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നപ്പോഴും ഇന്ത്യൻ പ്രസിഡൻ്റാണ്, ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ്. അടുത്തത്, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്?
ഉപരാഷ്ട്രപതി. ആൻസർ അതാണ്, എല്ലാം ശരിയാണ്. ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന പോലെയാണ് ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുക. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 73ാം ഭരണഘടനാ ഭേദഗതിയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 73ാം ഭരണഘടനാ ഭേദഗതി 73 1, 3 ശരി. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പഞ്ചായത്ത് രാജ് 73 പറയുമ്പോഴേ ഓർക്കുക. പിന്നെന്താണ്? ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ശരി ഏതൊക്കെ? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ശരികൾ ഓപ്ഷൻ സി ഓൾ ഓഫ് ദി അബോവ് ശരിയാണ്. എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണം അത് ബന്ധപ്പെട്ടതാണ്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമാണ്. രാഹുൽ നവീൻ ഇപ്പോഴത്തെ ഡയറക്ടർ ചുമതല വഹിക്കുന്നു. 24 ക്വസ്റ്റ്യൻ തന്നെയാണ്, കറക്റ്റാണ്. അല്ല 3 ശരിയാണ്. എൻഫോഴ്സ്മെൻറ്റ് സാമ്പത്തികം എന്നൊരു ധാരണ മനസ്സിൽ കൊണ്ടുവരിക. നെക്സ്റ്റ് ചോദ്യം, താഴെ പറഞ്ഞതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് നമുക്ക് പറയാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരി. മുഖ്യമന്ത്രി നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ് പദവി അപ്പം കൊടുക്കുക അല്ലേ? ആ സമയത്ത് അല്ലേ ആ പദവി കൊടുക്കുന്ന ആ സമയത്ത് അന്നേരം അദ്ദേഹമായിരിക്കും. പിന്നുള്ളത് മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, ചുവടെയുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരി പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ? കേന്ദ്രത്തെ പറ്റിയുള്ളതാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണർ നിയമിക്കുന്നത്. മറ്റതുപോലെ തന്നെ ഏകദേശം അല്ലേ? മറ്റു സംസ്ഥാനമാകുമ്പോൾ ഗവർണർ. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണർ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഓക്കെ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. താപനില നിയന്ത്രിക്കുക എന്നുള്ളതാണ് അല്ലാത്തത് അല്ലേ? അതായത് ഭക്ഷണം ചെറിയ തന്മാത്രകളാക്കുന്നു, പോഷകങ്ങൾ രക്തസംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, മാലിന്യം നീക്കം ചെയ്യും. ദഹന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വായ മുതൽ അങ്ങ് അല്ലെ മലദ്വാരം വരെയുള്ള ഭാഗമാണ് ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. നമ്മൾ വായിൽ വെച്ച് ആഹാരം, പല്ലിൻ്റെ വായ്ക്കകത്ത് വെച്ച് ആഹാരം ചവച്ചരയ്ക്കുമ്പോൾ ദഹനം നടക്കുന്നുണ്ട്. അന്നജം മാൾട്ടോസായി മാറുന്നു ആ സമയത്ത്. ശേഷം പിന്നെ അന്നപഥത്തിലൂടെ പെരിസ്റ്റാൾട്ടിക് എന്ന മൂവ്മെൻറ്റിൽ ആ ചലനം വഴി ആമാശയത്തിൽ വന്ന് ഒഴിച്ച് ദഹിക്കുന്നു. ചെറുകുടൽ വെച്ച് ദഹനം പൂർണ്ണമാകുന്നു. പിന്നെ ബാക്കിയുള്ള വേസ്റ്റുകൾ വൻകുടൽ വഴി ഇങ്ങനെ വന്നിട്ട് മലാശയം മലദ്വാരം വഴി പുറത്തേക്ക് പോകും അല്ലേ? അതാണ് അത്രയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാന്ന് പറയാം. അത്രയും ഭാഗം എന്താണ്? മലാശയം മലദ്വാരം വരെ വാ മുതൽ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓസ്റ്റിയോപോറോസിസ് കാൽസ്യം. നിശാന്തത വൈറ്റമിൻ എ അഭാവത്തിലാണ്. ബെറിബറി B1 ആണ് ബെറിബറി എന്ന് പറയും അല്ലേ? പെല്ലാഗ്ര നിക്കോട്ടിനിക് ആസിഡ് അല്ലേ? നിയാസിൻ B3. നെക്സ്റ്റ്, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന എന്താണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന എന്തായിരുന്നു? ഇതിൽ സമുദ്രം, മഴക്കാട് ഒക്കെയുണ്ട്. ഭൂമിയുടെ ശ്വാസകോശം മഴക്കാടുകൾ അല്ലേ? ഭൂമിയുടെ ശ്വാസകോശം മഴക്കാട്. അതായത് മഴക്കാട് എന്ന് പറയുമ്പോൾ തിങ്ങി നിറഞ്ഞ വനങ്ങളുണ്ട് അവിടെ അല്ലേ? അവിടുന്ന് ഓക്സിജൻ ലിബറേറ്റ് കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയാം ഭൂമിയുടെ ശ്വാസകോശം. അതുകൊണ്ട് നമുക്ക് ഓക്സിജൻ ധാരാളം കിട്ടും. ഭൂമി ശ്വസിക്കുന്ന ശ്വാസകോശം അതാണെന്ന് പറയാം.
ഓക്സിജൻ്റെ കാര്യം ഓർത്താൽ മതി, മഴക്കാടുകൾ ഓർക്കുമ്പോൾ. നെക്സ്റ്റ് വരുന്നത്, ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഏറ്റവും വലിയ ധമനി ഏതാണ്? വലിയ ധമനി എന്ന് പറയുമ്പോൾ ആൻസർ അതാണ്, അയോർട്ടയാണ്. അയോർട്ടയാണ് വലിയ ധമനി. ധമനി എന്ന് പറയുമ്പോൾ ശുദ്ധരക്തം വഹിച്ചുകൊണ്ട് പോകുന്നവയാണ് ധമനികൾ. ഇത് മഹാധമനി, അയോർട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ഡെങ്കിപ്പനി ആൻസർ ഓപ്ഷൻ ബി ആണ്, ഈഡിസ് ഈജിപ്റ്റ്. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം, WHO ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ സ്വിറ്റ്സർലൻഡാണ്. WHO ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. നെക്സ്റ്റ് ചോദ്യം, ഗുരുത്വാകർഷണം മൂലം ഉള്ള ത്വരണം സംബന്ധിച്ച് പ്രസ്താവന ശരിയായവ ഏതല്ല? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3. നെക്സ്റ്റ് വൺ, h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ആൻസർ 1:1. അടുത്ത ചോദ്യം, കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്ന് പറയുമ്പോൾ ഏതിൻ്റെ അയിരാണ്? കലാമിൻ ആൻസർ സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അലൂമിനിയം എന്ന് പറയുമ്പോഴും അതിൻ്റെ അയിർ എന്താണ്? ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഇത് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും, ഹേമ ആൻഡ് മാഗ്മ. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിൻ്റെ. ഓക്കെ, അടുത്ത ദിവസം തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം? ബാംഗ്ലൂരാണ്. ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലമാണ് ബാംഗ്ലൂർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ.